കാരുണ്യകനും കരുണാനിധിയുമാണവൻ, അളവറ്റ ദയാപരനാണവൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു റഹ്മാനാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു റഹീമാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. തീർന്നില്ല. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഹംദ് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്. ആ പേര് കിട്ടാനുള്ള മുഖ്യമായ കാരണം ഈ ഭാഗമാണ്. റബ്ബിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം ഒരു ജീവിതം നിശ്ചയിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ ഇന്ന് ളുഹറിന്, ഇന്ന് അസറിന്, ഇൻഷാ അല്ലാഹ് ഇന്ന് വരാൻ പോകുന്ന മഗ്രിബിന് നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സ്തുതി. അതിലൊരു കാരണം അവൻ ആരാണ്? മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. പടച്ചവനെ, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കാതെ മരണത്തോടുകൂടി ജീവിതം നിശ്ചയിച്ചവനാണ് നീ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ സത്യവിശ്വാസികൾ മരണാനന്തരം ഒരു ജീവിതം അല്ലാഹു നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അതേ, പരലോകം ആശ്വാസമാണ്. അൽ മൗതു റാഹത്തുൽ മുഅ്മിൻ, മരണം എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ വിശ്രമമാണ്. ഈ ലോക ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ട്, ദുരിതങ്ങളുണ്ട്. സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലുള്ള വ്യക്തിയെ നിങ്ങൾ സ്വകാര്യമായി വിളിച്ചെന്ന് ചോദിക്കൂ, നിങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ? പ്രശ്നങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടും. ഐശ്വര്യങ്ങളും സൗകര്യങ്ങളുമുള്ള സ്ഥാനമാനങ്ങളുമുള്ളവരോട് ചോദിച്ചു നോക്കൂ, അവർ അവരുടേതായ പ്രയാസങ്ങൾ പറയും. ഈ സദസ്സ് ഒരുമിച്ച് കൂടിയ ഇൻഷാ അല്ലാഹ് പിന്നീട് ഈ സീഡി കാണുന്ന ഓരോ വ്യക്തിയോടും ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരുമോ? എഴുതിയാൽ തീരുമോ? ഇല്ല. ആ പ്രശ്നങ്ങൾ സമ്പത്ത് കൊണ്ട് മാത്രം പരിഹരിക്കാനാകുമോ? സൗകര്യങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാനാകുമോ? ഇല്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം അവിടേക്ക് വന്നിരിക്കും. ഇത് ഈ ജീവിതത്തിന്റെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. സത്യവിശ്വാസികളായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആരെ കണ്ടാലും നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ദുആ ചെയ്യണം കേട്ടോ. പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടമുണ്ട്, പലതരത്തിലുള്ള തെറ്റുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യണമെന്നാണ് വിനയമുള്ള ഓരോരുത്തരും പറയാറുള്ളത്. എന്തേ കാര്യം? ഈ ജീവിതം, ഈ ദുന്യവിയായ ജീവിതം, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ, മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്നും നാമാണ് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതം പരീക്ഷണമാകുന്നു എന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പേരിലുള്ള അധ്യായത്തിൽ സൂറത്തുൽ ഇൻസാനിലൂടെ പഠിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ ഈ ലോക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും നിത്യമായ പ്രതിസന്ധിയായി, നിരാശക്കുള്ള വകയായി നമുക്ക് തോന്നുകയില്ല. നോക്കൂ സഹോദരന്മാരെ, പട്ടിണി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് റബ്ബെന്നെ ശിക്ഷിക്കുകയാണോ എന്ന് തോന്നുന്നുവെങ്കിൽ, റബ്ബിന് എന്നോട് സ്നേഹമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ലോകത്തുള്ള ഏറ്റവും വലിയ മഹാൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച അത്ര പട്ടിണി ഞാനും നിങ്ങളും സഹിച്ചിട്ടുണ്ടോ? അവിടത്തേക്ക് രോഗം വന്നിട്ടില്ലേ? അവിടത്തേക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നിട്ടില്ലേ? ഏറുകൊണ്ട് അവിടുത്തെ പല്ല് പൊട്ടിയിട്ടില്ലേ? രക്തം ഒലിച്ചിട്ടില്ലേ? അപ്പോൾ അള്ളാഹുവിന് ദേഷ്യമുള്ളത് കൊണ്ടാണ് നമ്മെ പരീക്ഷിക്കുന്നതെങ്കിൽ പ്രവാചകനോട് ദേഷ്യമുണ്ടെന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്, അങ്ങനെയില്ലല്ലോ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളാകുന്ന ഇതെല്ലാം വരുന്ന സന്ദർഭത്തിൽ ഇതൊരു പരീക്ഷാഹാളാകുന്നു. എനിക്ക് അള്ളാഹു പരീക്ഷ നൽകിയിരിക്കുന്നു. അത് രോഗം കൊണ്ടാണ്, മറ്റു ചിലർക്ക് സാമ്പത്തികമാണ്, വേറെ ചിലർക്ക് മാനസികമായ വിഷമങ്ങളാണ്, വേറെ ചിലർക്ക് ഇണയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, വേറെ ചിലർക്ക് മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകില്ലേ? ആ പരീക്ഷണങ്ങൾ സന്തോഷപൂർവം സ്വീകരിച്ചാൽ, ഒരതിഥിയെ പോലെ നമ്മൾ സ്വീകരിച്ചാൽ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്നത് ഉന്നതമായ പ്രതിഫലമാണ്. ആ ഉന്നതമായ പ്രതിഫലം ദുരിതം അനുഭവിക്കുമ്പോ, ഉറക്കമൊഴിയുമ്പോ, യാത്ര ചെയ്യുമ്പോൾ രോഗത്തിന്റെ വേദന അനുഭവിക്കുമ്പോ, പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ
നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. കാരണം മാലികി യൗമിദ്ദീനാണവൻ, പ്രതിഫലം നൽകുന്ന നാളിനെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ജീവിതം കഴിഞ്ഞാൽ ദുരിതമില്ലാത്തൊരു ജീവിതം എനിക്കുണ്ട്, രോഗമില്ലാത്തൊരു ജീവിതം എനിക്കുണ്ട്, ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം എനിക്കുണ്ട്, ഇണയെക്കൊണ്ട് മക്കളെക്കൊണ്ട് സമൂഹത്തെ കൊണ്ട് ദോഷമില്ലാത്ത നല്ലത് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലോകം എനിക്കുണ്ട്. അത് നിശ്ചയിച്ച പടച്ചവന് സ്തുതി. അതെ, ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അതെ, ഇവിടെ നന്മക്ക് പൂർണ്ണമായ നന്മയോ തിന്മക്ക് അർഹമായ ശിക്ഷയോ ഇല്ല. അത് വരാനിരിക്കുന്നു മരണാനന്തര ജീവിതത്തിൽ. ആ മരണാനന്തര ജീവിതം നമുക്ക് ഈമാനുണ്ടോ, നമുക്കത് ആശ്വാസമായിരിക്കും. ആശ്വാസപ്രദമായ ഒരു ജീവിതമായി പരലോക ജീവിതത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് ആ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ വ്യക്തമായ ദർശനം, അവിടെ വിജയിക്കുവാൻ ആവശ്യമായ മാർഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ഫമൻ തബിയ ഹുദായ, ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. ഭയവും വ്യസനവും വേണ്ട. റബ്ബ് നമുക്ക് ഇറക്കി തന്ന സന്ദേശത്തെ നമ്മൾ സ്വീകരിച്ചാൽ അതാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം അതാണ്. മാനവർക്ക് മുഴുവനുമുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത് ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണെന്നാണ് ഖുർആനിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്. ഈ മാനവർക്കുള്ള മാർഗദർശനം ഇവിടെ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ ഈ പരിഹാരമാകുന്ന പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എത്തേണ്ട ഈ സ്നേഹ സന്ദേശം, ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ലോകത്ത് ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ആ ശ്രമങ്ങളെ കുറിച്ച് ഇതിന്റെ പ്രബോധകരും പ്രചാരകരുമാകേണ്ട ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത, ആദർശപരമായി ഏതൊരു വേദിയിൽ വെച്ചും ആ ആരോപണങ്ങളെ നേരിടുവാൻ നേരിട്ടും കൂട്ടായുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിന് സാധിക്കും. കാരണം പരിശുദ്ധ ഇസ്ലാമിലെ ഒരു ഹർഫ് പോലും ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിയതല്ല. പ്രവാചകന് കിട്ടിയത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. ഹദീസ് റബ്ബിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ പരിശുദ്ധ ഖുർആനും തിരു ഹദീസും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വാക്കുകളല്ല, മറിച്ച് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശമാണ്. ആ മഹത്തായ സന്ദേശം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഏതൊരാരോപണം വന്നാലും റബ്ബിന്റെ സന്ദേശം, അതിന് മറുപടി പറയാൻ റബ്ബിന്റെ കലാമിൽ മറുപടിയുണ്ട്, പ്രതികരണമുണ്ട്. അത് പഠിക്കാത്ത കുഴപ്പം മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ ആ നേരിട്ടുള്ള ആശയപരമായ ആക്രമണങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരുന്നതിന് പകരം ഈ പരിശുദ്ധ ഇസ്ലാം ലോകത്തുടനീളം സെപ്റ്റംബർ 11 ശേഷം യൂറോപ്പിലെ അമേരിക്കൻ നാടുകളിലെ ഇസ്ലാമിന്റെ വളർച്ച നോക്കൂ. നമുക്കറിയാം, കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ദിവസം വെള്ളിയാഴ്ച മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ മലയാള പത്രങ്ങൾ പോലും കളറിലാണ് ആ ഫോട്ടോ നമ്മളെ അറിയിച്ചത്. എന്തേ? ഞാൻ മുസ്ലിങ്ങൾക്കെതിരൊന്നുമല്ല എന്ന മഹത്തായ സന്ദേശമായിരുന്നു. എന്തേ വിഷയം? സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. ആ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കൃത്യമായി ഇന്ന ആളാണെന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ഞാനാണെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി അദ്ദേഹമാണത് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് ചരിക്കാൻ അവകാശമില്ല. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ സൂറത്ത് മാഇദയിലെ 32-ാമത്തെ സൂക്തം സഹോദര, പരിഭാഷയെടുത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കണം, നമ്മൾ പഠിക്കണം. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല. ഒരു നിരപരാധിയെ കൊന്നാൽ, ഒരു നിരപരാധിയായ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല, ഒരു നിരപരാധിയെ കൊന്നാൽ
അവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒരൊറ്റ മനുഷ്യനെ കൊന്നാൽ രണ്ടാളെ കൊല്ലണ്ട. യാതൊരു തെറ്റും ചെയ്യാത്ത, തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, ഓഫീസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജൂത സഹോദരങ്ങൾ അടക്കമുള്ള ആളുകള്